നമുക്കിന്നൊരു ചൂരക്കറി ഉണ്ടാക്കാം. 3-4 ദിവസം വെളിയിൽ വെച്ചാലും കേടാവാതിരിക്കുന്ന ഒരു ചൂരക്കറി. ഞാനതിന് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊടി തീർന്നിട്ട് ഞാൻ മുളക് വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ 1 ടീസ്പൂൺ, അത് 1/2 ടീസ്പൂൺ ആയിരുന്നേ, അരയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഇത് ഉലുവാപ്പൊടിയെ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം, അതല്ലെങ്കിൽ അരച്ചെടുക്കണം. ഞാനിപ്പോൾ അരച്ചെടുക്കുമ്പോൾ കേട്ടോ, അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും. ഞാനിത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെക്കാം. ചട്ടി നല്ലപോലെ ചൂടായി പുക വരുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ നീളത്തിലാണ് ഇഞ്ചി അരിഞ്ഞിരിക്കുന്ന കനം കുറച്ച്, നിങ്ങൾക്ക് എങ്ങനെ വേണേ അരിയാം. അതൊരു ടേബിൾ സ്പൂൺ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, ഏകദേശം ഒരു വലുപ്പത്തിൽ, ഇത്ര വലുപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇത് നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഉള്ളിയില്ല, മല്ലിപ്പൊടിയും ചേർക്കത്തില്ല. ഇത് വെച്ചാൽ ഉടനെ എടുക്കാനല്ല നല്ലത്, ഇന്ന് വെച്ചിട്ട് നാളെ ഉപയോഗിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. ഈ വെളുത്തുള്ളിയിലെ ഇഞ്ചിയിലെയൊക്കെ വെള്ളമയം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനൊക്കെ ഇനി അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. ഇത് മുളക് പൊടിയും ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടാക്കേണ്ട ഇങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി മൂപ്പിച്ചതായിരുന്നു, മുളക് മൂപ്പിച്ചിട്ട് ഇട്ടതായിരുന്നു, പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് മൂക്കണമെന്നില്ല. എന്നാലും നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്തേക്കാം, അത്രയും ചെറുതായിട്ട്. കുടംപുളി ഇടണം. കുടംപുളി ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ആവശ്യത്തിന് പുളി, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനല്ലേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ്. ചൂരയ്ക്ക് വേവുള്ളതല്ലേ, അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം കൂട്ടി വെക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ അരച്ചപ്പോൾ ഇട്ടതാണ്. ഉപ്പ് പോരെങ്കിൽ പിന്നിടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. പുളിയും ഉപ്പൊക്കെ ഇച്ചിരി മുന്നിൽ നിൽക്കണം, എന്നാലേ കഷ്ണത്തെ പിടിക്കത്തുള്ളല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ അതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചതാണ് ഈ ചൂര. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു. ഇനി ഇത് ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ലാസ്റ്റിൽ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ, അതിപ്പോഴല്ല, ലാസ്റ്റ് ചേർത്താൽ മതി. തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടുക്കി പിടിക്കുകയും ചെയ്യും, വേഗത്തുമില്ല, വെള്ളം വറ്റിയും പോകും. മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നന്നായി വെന്ത് ചാറൊക്കെ കുറുകട്ടെ. എന്നിട്ട് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഞാൻ മീഡിയത്തിൽ നിന്ന് സിമ്മിലാക്കിയിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് നല്ലപോലെ തിളച്ചോടുമല്ലോ ഇരുന്ന്. പതുക്കെ ഇളക്കി കൊടുക്കുക. ഈ സമയം ഒന്ന് ഉപ്പും പുളിയും നോക്കിയിട്ട്, പുളി കൂടുതലുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റാം നമുക്ക്. ഇതിപ്പോൾ കൂടുതലൊന്നുമില്ല, എടുത്ത് മാറ്റുന്നൊന്നുമില്ല. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കൊന്നുകൂടെ മൂടി വെച്ചങ്ങ് വേഗട്ടെ, വെന്തിട്ട് വറ്റി വരട്ടെ. കൂട്ടാൻ എന്തായെന്ന് നോക്കാവേ. നമുക്കിതൊന്നെടുത്ത് ചുറ്റിച്ച് വെക്കാം. വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്, ഇത്തിരി കൂടെ വറ്റണം. നമുക്കൊന്ന് ചുറ്റിച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കോണം, അടുക്കി പിടിക്കാതെ. നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവേ. എന്താണെന്നറിയാവോ? ഒരു പിഞ്ച് കായപ്പൊടി, ഒരു ശക്കലം മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിൻ്റെയും പകുതി മതി. നല്ലൊരു മണം വരുവേ. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതൊക്കെ കുറുകി വന്നിട്ടുണ്ട് ചാറൊക്കെ, കണ്ടോ? നല്ല കൊഴുത്ത് തന്നെയാണ് ചാറിരിക്കുന്നത്. നമ്മൾ മല്ലിപ്പൊടിയോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. ആകെ ചേർത്തത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, കുരുമുളക് പൊടി. ഇപ്പം ഇച്ചിരി കായപ്പൊടി കൂടെ ചേർത്തു. നമ്മുടെ മീനൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ ഇച്ചിരി വറ്റിക്കാം. അതല്ല ചാറ് വേണമെങ്കിൽ ഇത്രയും വറ്റിക്കാതിരുന്നാൽ മതി. എനിക്ക് ഇത്രയും ചാറ് വേണം. കണ്ടോ? നമുക്കിതിലൊരു 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാലേ ആ മീനിൻ്റെ ഇതിൽ ആവശ്യത്തിന് എണ്ണ ഉണ്ട്, എന്നാലും ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ കേര മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു തവണ നിങ്ങളിങ്ങനെ വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ഇടണേ. കണ്ടോ?
നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് 3-4 ദിവസം നമുക്ക് വെളിയിൽ വെച്ചേക്കുകയും ചെയ്യാം, ചീത്തയാവത്തില്ല. നമ്മൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ വെള്ളം എല്ലാം കളഞ്ഞല്ലേ എടുത്തേ, അതുപോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ വെച്ച്, അതുകൊണ്ട് കേടാവാതിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.